അടിസ്ഥാനപരമായി 10-15 വർഷക്കാലമായി ഈ പാർട്ടിയെ അടിമുടി ബാധിച്ചിരിക്കുന്ന അഴിമതി എന്ന് പറഞ്ഞ രോഗമാണ് ഇതിനെ തകർത്തിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ ഉള്ളവൻ അഴിമതിക്കകത്താ മുങ്ങിക്കിടക്കുന്നത്. ഷെഡ് കത്തിച്ചതിന് ശേഷം ഷെഡിൻ്റെ അടി പോലും മാന്താൻ കഴിയുന്ന ഒരു പാർട്ടി, ആ മാന്താൻ കഴിയുന്ന പാർട്ടിയാണ് ആയതുകൊണ്ടാണ് ജനങ്ങൾ മൂലക്കിരുത്തിയത്. എന്നാൽ ഇനിയും ഞങ്ങൾക്ക് മാന്താൻ പറ്റും. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസങ്ങൾ കഴിഞ്ഞു. പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനെ തോൽപ്പിച്ച വി കുഞ്ഞികൃഷ്ണൻ MLA ആയി. പക്ഷേ ഇപ്പോഴും ഈ വി കുഞ്ഞികൃഷ്ണനോടുള്ള ഒരു അമർഷവും ദേഷ്യവും ഒന്നും CPM മാറുന്നില്ല. അവരുടെ നിലപാടുകളും പ്രവർത്തന രീതികളും ഒന്നും തിരുത്താൻ അവർ തയ്യാറുമല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മിനിഞ്ഞാന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ K. രാഗേഷ് അദ്ദേഹം പൊതുവേദിയിൽ നടത്തിയ ഒരു പ്രസംഗം. കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തും CPM സഹയാത്രികനുമായ T. പുരുഷോത്തമൻ്റെ ചെമ്മീൻ ഷെഡ് CPM ഗുണ്ടകൾ തീയിട്ട് നശിപ്പിച്ചിരുന്നു. അതേക്കുറിച്ച് K. രാഗേഷ് പറയുന്നത് ചെമ്മീൻ ഷെഡ് മാത്രമല്ല, അതിൻ്റെ താഴെയുള്ളതും മാന്തി പുറത്തിടാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് CPM എന്നാണ് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്. എന്ന് മാത്രമല്ല, CPM-നെതിരെ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അതിനൊരു തീരുമാനമുണ്ടാകണം, അതിനൊരു നടപടി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DYSP ഓഫീസിലേക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടത്തുന്നു. കുഞ്ഞികൃഷ്ണനെതിരെ ടി.ഐ. മധുസൂദനൻ കോടതിയെ സമീപിക്കുന്നു, മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ അവരെ കൂടുതൽ അപഹാസ്യരാക്കുന്നു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ഇവരെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരു മാറ്റവും ഇവർക്കുണ്ടാവാൻ പോകുന്നില്ല. CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു കാരണവശാലും കേരളത്തിൽ അതിന് ഇനി നിലനിൽപ്പില്ല എന്നതിൻ്റെ പ്രതിഫലനമാണ് പാർട്ടിയുടെ ഈറ്റിലെന്ന് നമുക്ക് പറയാവുന്ന 40-40 വർഷക്കാലമായി പാർട്ടിയുടെ അപ്രമാദിത്വം തുടരുന്ന കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മളിപ്പോൾ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി എന്തോ മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന പാർട്ടിയെ വിമർശിച്ചു, പിണറായി വിജയനെ വിമർശിച്ചു, ഗോവിന്ദനെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ വിമർശനമൊക്കെ അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അവരെന്തോ വിപുലീകരിച്ച സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ പോകുന്നു, മാറാൻ പോകുന്നു. ഒന്നുമില്ല, ഒരു മാറ്റവും ഈ പാർട്ടിക്ക് ഉണ്ടാവാൻ പോകുന്നില്ലെന്നും ഈ പാർട്ടിക്ക് ഒരു നിലനിൽപ്പും കേരളത്തിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കണ്ണൂരിൽ ഇപ്പം നടന്ന ഈ സംഭവം. നമ്മളിന്ന് വിശദമായിട്ട് എടുത്ത് നോക്കണം. ഇപ്പോൾ CPM സഹയാത്രികനാണ് പുരുഷോത്തമൻ പറഞ്ഞതിനകത്ത് ഇച്ചിരി പശമുണ്ട്. CPM സഹയാത്രികനല്ല. ഈ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ആള് ആണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞികൃഷ്ണൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു ബുദ്ധി കേന്ദ്രം. മനസ്സിലായില്ലേ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചത്, പാർട്ടിക്കെതിരെ അയാൾ നടത്തുന്ന സമര പോരാട്ടങ്ങൾ, അത് എല്ലാം പുറകിൽ നിന്ന് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാളാണ് ഈ പുരുഷോത്തമൻ. ഇപ്പം ഈ വി കുഞ്ഞികൃഷ്ണനുള്ള ഒരു പരിമിതി എന്താന്ന് പറഞ്ഞാൽ, അയാളൊരു ഒരു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അയാൾ ഈ TK ഗോവിന്ദനെ പോലെ അല്ല. TK ഗോവിന്ദനെതിരായിട്ടൊന്നും CPM ഒന്നും ചെയ്യുന്നില്ല. TK ഗോവിന്ദനെതിരായിട്ട് CPM ചെയ്യാനും പറ്റില്ല. അയാളൊരു ജഗജില്ലനാണ്. അയാൾക്ക് CPM എതിർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നല്ലപോലെ വ്യക്തമായി അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിൽ ഇപ്പോൾ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. അതേസമയം പയ്യന്നൂർ കേൾക്കുന്നതെന്ന് വെച്ചാൽ, പയ്യന്നൂരിൽ നിന്ന് ജയിച്ച ഈ MLA വി കുഞ്ഞികൃഷ്ണൻ അയാളൊരു പരമപാവം, ഒരു പഞ്ചപാവമാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് പയ്യന്നൂരിൽ CPM ഈ കളി കളിക്കുന്നതും തളിപ്പറമ്പിൽ ഈ കളി കളിക്കാത്തതും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞികൃഷ്ണനെതിരെ ഇവർ ചെയ്യാതെ ഇവരെന്തുകൊണ്ട് പുരുഷോത്തമനെതിരെ ചെയ്യുന്നു? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുഞ്ഞികൃഷ്ണൻ എല്ലാ നീക്കങ്ങളുടെയും ബുദ്ധി കേന്ദ്രം പുരുഷോത്തമനാണ്. പുരുഷോത്തമനെതിരെ ആദ്യമായിട്ടുള്ള ഒരു ആക്രമണം അല്ല ഇത്. പുരുഷോത്തമൻ്റെ വീട് ആക്രമിച്ചു, കാറ് കത്തിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പുരുഷോത്തമൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള ഈ ചെമ്മീൻ കെട്ട് ഇപ്പം തീച്ച് കത്തിച്ചു. അങ്ങനെ തീയിട്ട് കത്തിച്ചിട്ടുള്ള ഈ പാർട്ടിയാണ് എന്നുള്ളതിന് ഇനിയിപ്പോൾ ആരോട് ചോദിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഈ പാർട്ടി അല്ലാതെ പിന്നെ ആരാണത്?
ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? ഇത് കത്തിച്ച ആളുകളെ കണ്ടുപിടിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇവർ പറയും. ശുദ്ധ അസംബന്ധമല്ലേ? ടി പുരുഷോത്തമനെതിരെ ഈ ആക്രമണം നടത്തുന്നത് ടി പുരുഷോത്തമൻ്റെ ആളുകളാണെന്നാണോ സി പി എംകാർ പറയുന്നത്? ഇത് ആരെ വിശ്വസിപ്പിക്കാനാണ്? ടി പുരുഷോത്തമനും വി കുഞ്ഞികൃഷ്ണനൊന്നും അവിടെ വലിയൊരു സംഘടനാ ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. അവരെ സഹായിച്ചത് UDF-കാരാണ് ഇലക്ഷൻ വന്നപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അവരവരുടെ പണി നോക്കി അവർ പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കുഞ്ഞികൃഷ്ണൻ ഈ പുരുഷോത്തമനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് പുരുഷോത്തമൻ്റെ ആളുകളാണ് എന്ന് പറയുന്നത് KK രാഗേഷിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് നമുക്കറിയാം. പിന്നെ CPM സംബന്ധിച്ചിടത്തോളം CPM മുഖമുദ്രയാണ് ഇതെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? CPM കണ്ണൂർ മാത്രമല്ല, CPM സംസ്ഥാനത്ത് ഉടനീളം ചെയ്യുന്ന വൃത്തികേടുകൾ എന്താണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ CPM ആളുകൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ചെയ്ത ആളുകളെ പിടിക്കാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ UDF പോലീസിന് ഇല്ല എന്നുള്ളത് കൊണ്ട് അവരൊക്കെ ഒളിവിലും മറയത്തുമൊക്കെ ആയിട്ട് അവർ കഴിയുന്നു. നമ്മൾ എത്ര ഉളുപ്പില്ലായ്മയാണ് ഇവരുടെ എന്ന് ആലോചിച്ച് നോക്കുക. CPM ആണ് ഇത് ചെയ്തതെന്നുള്ളത് മുഴുവൻ ആൾക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞികൃഷ്ണൻ ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ആത്മധൈര്യമോ അതിനുള്ള ഇച്ഛാശക്തിയോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ ഇവിടെ MLA ആയിട്ട് ജയിച്ച കുഞ്ഞികൃഷ്ണൻ്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി പുരുഷോത്തമൻ്റെ ചെമ്മീൻ ഷെഡ് കത്തിച്ച് കളയുന്നത് എന്തൊരു അസംബന്ധമാണ്. എന്തിനാണത്? വി കുഞ്ഞികൃഷ്ണൻ എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ പുരുഷോത്തമൻ്റെ ഷെഡ് കത്തിക്കുന്നത്? അല്ല, അത് മാത്രമല്ല, ഈ കുഞ്ഞികൃഷ്ണൻ ചേട്ടനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ളത് പറയണം. അദ്ദേഹത്തിന് ഒരു അടി കൊടുത്താൽ പോലും അദ്ദേഹം ഒഴിഞ്ഞു പോകുന്നൊരു മനുഷ്യൻ, ഒരു സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇനി കുഞ്ഞികൃഷ്ണൻ്റെ ആളുകൾ ഇനിയിപ്പോൾ ആക്രമണം നടത്താനാണെങ്കിൽ വല്ല KK രാഗേഷിൻ്റെ വീടിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ചെയ്യല്ലേ വേണ്ടത്? അല്ലെ CPM-കാരെ ആക്രമിക്കല്ലേ വേണ്ടത്? അപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആളുടെ ഷെഡ് കത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും വിശ്വസിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങേയറ്റം അപഹാസ്യമാവുകയാണ് കണ്ണൂർ ജില്ലയിലെ CPM. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു കാരണവശാലും ഈ പാർട്ടി രക്ഷപ്പെടില്ല. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ തന്നെ വിശകലനം വന്നിരിക്കുന്നത്, ആ കേന്ദ്ര കമ്മിറ്റി വിശകലനം മുഴുവൻ പിണറായി വിജയനെതിരെയും ഗോവിന്ദനെതിരെയുമാണ്. അതിലൊരു 35 കണ്ണികളുള്ളത് ബഹുഭൂരിപക്ഷം കണ്ണികളും നേരിട്ടും പരോക്ഷമായിട്ടും ഗോവിന്ദനെതിരെയും വിജയനെതിരെയും. അതെ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പം നേതൃത്വം നൽകുന്നത് വിജയനാണ്. ദിവസവും പത്രസമ്മേളനം നടത്തുന്ന വിജയനാണ്. PS അച്യുതാനന്ദൻ്റെ മരണത്തിൽ മുഖ്യപ്രാസംഗികൻ വിജയനാണ്. CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസ് സംഘടനകളുടെ എല്ലാം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് വിജയനാണ്. അപ്പോൾ വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയൻ്റെ പ്രാധാന്യം പ്രസക്തിയൊന്നും 1% പോലും കുറഞ്ഞിട്ടില്ല. പക്ഷേ വിജയനും ഗോവിന്ദനുമെതിരായി പാർട്ടി കമ്മിറ്റി പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ വിജയൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? MK സാനു പാർട്ടിയുടെ തുടർഭരണത്തെ എതിർത്തിരുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, പാർട്ടിക്ക് കിട്ടിയ തുടർഭരണവും ആ തുടർഭരണത്തിന് പിണറായി നേതൃത്വം നൽകിയതുമൊക്കെയാണ് ഏറ്റവും വലിയ തെറ്റായി പോയതെന്നും പാർട്ടിയുടെ പരാജയത്തിന് കാരണം ഇതൊക്കെയാണെന്നുമുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം വന്ന് കിടക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇപ്പോഴും തൻ്റെ മുൻ ഗവൺമെൻറ്റിനെ ആയിരിച്ചുകൊണ്ടുകൂടെ നിൽക്കുന്നത്. ശരി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നത്, ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല, നന്നാവാൻ പറ്റില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ പിണറായി വിജയനും ഗോവിന്ദനും തെറ്റായിരുന്നു പറയുന്ന ആളുകൾ തന്നെയാണ് പിണറായി വിജയനെയും ഗോവിന്ദനെയും കഴിഞ്ഞ 10 വർഷക്കാലം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും എല്ലാ വൃത്തികെട്ട പരിപാടികൾക്കും എല്ലാ ചെറ്റത്തരങ്ങൾക്കും ഓശാന പാടിക്കൊണ്ടിരുന്നവന്മാരാണ് ഈ ബേബിയും സെറ്റുകാരും. അവരാണ് വന്നിട്ട് ഇപ്പോൾ ഗോവിന്ദനെയും പിണറായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇരട്ടത്താപ്പാണെന്ന് അണികൾക്ക് മുഴുവൻ അറിയാം. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ വിശകലനത്തിലൊക്കെ വരാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ? അതാണ് ഈ പാർട്ടിയെ തകർത്ത കാര്യം. ഇപ്പോൾ വിജയനും ഗോവിന്ദനും ചെയ്തതൊന്നും തെറ്റല്ലായിരുന്നു എന്ന് പറഞ്ഞൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി 10-15 വർഷക്കാലമായി ഈ പാർട്ടിയെ അടിമുടി ബാധിച്ചിരിക്കുന്ന അഴിമതി എന്ന് പറഞ്ഞ രോഗമാണ് ഇതിനെ തകർത്തിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ ഉള്ളവൻ അഴിമതിക്കകത്താ മുങ്ങിക്കിടക്കുന്നത്. ആ അഴിമതിയുടെ പുറകെ അവൻ പോയതുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടായത്. അതിനെക്കുറിച്ചിട്ട് ഈ പാർട്ടി വിശകലനത്തിൽ ഒന്നുമില്ല.
ആ പാർട്ടി വിശകലനം നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഭാരവാഹികളെല്ലാം ഭയങ്കര തനി തങ്കം 24 കാരറ്റ് പരിശുദ്ധ വെള്ളരി പ്രാവുകളാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതല്ല. ഈ കഴിഞ്ഞ 10-15 വർഷം കാലം കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം. അപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഈ പാർട്ടി സംഘടനാ സംവിധാനത്തിന് ഒരു തരത്തിലും മാറാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഒരു കാരണവശാലും കേരളത്തിൽ ഇനി എഴുന്നേറ്റ് വരില്ല. അത് അവിടെ കിടന്ന് ചത്ത് ചീഞ്ഞ് പൂഴ്ത്ത് ഈച്ച ആർക്കും എന്നുള്ളതല്ലാതെ ഇത് രക്ഷപ്പെട്ട് വരാൻ പോകുന്നില്ല. ഇത് രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ടി പുരുഷോത്തമൻ്റെ ഷെഡ് മാത്രമല്ല, ഷെഡിൻ്റെ അടിയിലുള്ളതും കൂടി മാന്താൻ കൽപ്പുള്ളതാണ് ഈ പാർട്ടി എന്നുള്ളത്. ഈ പറയുന്നവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാർട്ടിയെ കേരളത്തിലെ അണികൾക്ക് പോലും വേണ്ട എന്നാണ്. പുരുഷോത്തമൻ്റെ ഷെഡ് കത്തിക്കുന്നു, ഷെഡ് കത്തിച്ചതിന് ശേഷം ഷെഡിൻ്റെ അടി പോലും മാന്താൻ കഴിയുന്നൊരു പാർട്ടി, ആ മാന്താൻ കഴിയുന്ന പാർട്ടിയാണ് ആയതുകൊണ്ടാണ് ജനങ്ങൾ മൂലക്കിരുത്തിയത്. എന്നാൽ ഇനിയും ഞങ്ങൾക്ക് മാന്താൻ പറ്റും, നിങ്ങൾക്ക് പുരുഷോത്തമൻ്റെ അടിവേരെ ഇറക്കാൻ പറ്റും എന്നാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് യാതൊരു പ്രസക്തിയുമില്ല, ആ പാർട്ടി ഇനി നിലനിൽക്കില്ല, ആ പാർട്ടി ഇനി പച്ച പിടിക്കില്ല, ആ പാർട്ടി ഇനി കേരളത്തിലുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്ന് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ദിവസം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ്. ഇതിപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹത്തിൻ്റെ പേരെഴുതി ചുവര് പോലും ഇടിച്ചു നിരത്തി കളഞ്ഞു, കാറ് കത്തിച്ചു, പുരുഷോത്തമൻ്റെ വീട് കത്തിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി. എന്നാലെങ്കിലും തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇവർ അല്പമെങ്കിലും തിരുത്താൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോയൊരു സംഭവം. കാരണം ഇതിൽ സത്യം എന്താണെന്നുള്ള കാര്യം, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളെക്കാൾ കൂടുതൽ അവിടുത്തെ ആൾക്കാർക്കറിയാം. അവിടെ ആരാണ് അവിടെ കുറ്റക്കാരൻ എന്നുള്ള കാര്യം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും അവരുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയാണത്. വെല്ലുവിളി, ഊച്ചാളിത്തരം, ചട്ടമ്പിത്തരം, ഇതൊക്കെ അവരുടെ ഒരു ശൈലിയാണ്. പക്ഷെ അതൊന്നും ഇനിയുള്ള കാലത്ത് വില പോകില്ല എന്ന് ഈ മണ്ടശിരോമണികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം. ഇനി ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഈ പറയുന്ന കെ രാഗേഷിനെയൊക്കെ ഓട്ടിച്ചിട്ട് അടിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.